എന്നാൽ ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്, അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റ്? അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബ് എന്ന് സഹാബികൾ പറഞ്ഞതായി പരിചയപ്പെടുത്തിയതായി തെളിയിക്കാമോ എന്ന് മൗലവി വെല്ലുവിളിച്ചിരിക്കുന്നു. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞു കളയാം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു മഹ്ഖ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് റെഫറൻസ് പറഞ്ഞു തരാം. സ്വഹീഹ് മുസ്ലിമിന്റെ 86-ാമത്തെ ഹദീസ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാന്റെ 6713-ാമത്തെ ഹദീസ്, സുനൻ അബീ ദാവൂദിന്റെ 4164-ാമത്തെ ഹദീസ്, അതേപോലെ നസായിയുടെ 2404-ാമത്തെ ഹദീസ്, മുസ്നദ് ഇബ്നു ജായിദിന്റെ 3422-ാമത്തെ ഹദീസ്, മുസന്നഫ് ബിൻ അബി ഷൈബയുടെ 10700-ാമത്തെ ഹദീസ്, അതേപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബി ഷൈബയുടെ തന്നെ 24834-ാമത്തെ ഹദീസ്, അതേപോലെ അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഫളായിൽ സഹാബ എന്ന കിതാബിന്റെ 1130-ാമത്തെ ഹദീസ്, മുസ്നദുൽ ഹാരിസിന്റെ 1112-ാമത്തെ ഹദീസ്, ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മൗലവിമാർക്ക് ഒരു കാര്യം കേൾക്കണോ, ഈ സ്വഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഞങ്ങള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹബീബി എന്ന് പറയും, മുത്തുനബി എന്ന് പറയും, ആറ്റൽ നബി എന്ന് പറയും, തിരുനബി എന്ന് പറയും. വലൗ കരിഹൽ കാഫിറൂൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.